സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുതൂല. അങ്ങനത്തെ സന്ദർഭത്തിൽ നീ ഒന്ന് രക്ഷപ്പെടാൻ, നീ ഒന്ന് അക്കരയെത്താൻ, നീ ഒന്ന് പാലം കടക്കാൻ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബ് തങ്ങളാ. സല്ലിം സല്ലിം സല്ലിം, രക്ഷപ്പെടുത്ത് അല്ലാഹ്, രക്ഷപ്പെടുത്ത് അല്ലാഹ്. അവനങ്ങ് രക്ഷപ്പെട്ടോട്ടെ. ഒരു സലാത്ത് പോലും ചൊല്ലാത്തവനാ, ഒരു സുന്നത്ത് പോലും എടുക്കാത്തവനാ, ഈ ഹബീബിനെ തീരെ അറിയാത്തവനാ, ഈ ഹബീബിനെ പറ്റി പഠിക്കാത്തവനാ, ഈ ഹബീബിനെ പറ്റി പറയാത്തവനാ, ഈ ഹബീബിന്റെ സർവ്വ സംസ്കാരവും കളഞ്ഞു കുളിച്ചവനാ, ദീൻ നിസ്സാരപ്പെടുത്തിയവനാ, ദീൻ നിസ്സാരപ്പെടുത്തിയിട്ട് ഹബീബിനെ വേദനിപ്പിച്ചവനാ. എന്നാലും മുത്തുനബി അവൻ അങ്ങ് രക്ഷപ്പെട്ടോട്ടെ, അവൻ രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന നേതാവാ. ആ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ്മാരെ, അഹ്മദ്മാരെ, റിയാസ്മാരെ, മുസ്ലിം കുടുംബത്തിൽ പിറന്ന ഷഹാദത്തുകൾ വിശ്വസിച്ച മുസ്ലിമീങ്ങളെ, ഏതെങ്കിലും പാശ്ചാത്യരോട്, യൂറോപ്യന്മാരോട്, ക്രിക്കറ്റ് താരങ്ങളോട്, സിനിമാ താരങ്ങളോട്, ഏതെങ്കിലും കായിക താരങ്ങളോട് അവരെ റോൾ മോഡലുകളായി സ്വീകരിച്ച് അവരെ പോലെ മുടിമുറിക്കുന്ന ചെറുപ്പക്കാരാ, അവരെ പോലെ ഷർട്ട് ധരിക്കുന്ന ചെറുപ്പക്കാരാ, അവരെ പോലെ താടി വെക്കുന്ന, അവരെ പോലെ മീശ വെക്കുന്ന, അവരോട് എല്ലാ വിഷയത്തിലും അനുകരിക്കുന്ന ചെറുപ്പക്കാരാ, അവരാരും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നെ കണ്ടിട്ടില്ല, നിന്നെ രക്ഷപ്പെടുത്തുന്നില്ല, റബ്ബിനെ പറ്റി പറഞ്ഞിട്ടില്ല, അല്ലാഹ് എന്നൊന്ന് ഉച്ചരിച്ചിട്ടില്ല. അങ്ങനത്തെ ആളുകളെയാണോ നീ നിന്റെ റോൾ മോഡലുകളായി സ്വീകരിച്ചത്? ചെറുപ്പക്കാരാ, നിന്റെ ഹബീബ്, ആ ഹബീബിനെ പറ്റി പറയാനോ, ഹബീബിനെ പറ്റി പഠിക്കാനോ, ഹബീബിനെ ഉൾക്കൊള്ളാനോ, ഹബീബിനെ പിന്തുടരാനോ, ഹബീബിനെ അനുകരിക്കാനോ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ആ ഹബീബ് നിനക്ക് വേണ്ടി സല്ലിം സല്ലിം സല്ലിം, രക്ഷപ്പെടുത്തല്ലാഹ് എന്ന് പറയുന്ന മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. മോനെ, ബാദിറൂ ബിൽ അഅ്മാലി സബ്ആ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 7 കാര്യം ഇനി നിനക്ക് വരാൻ പോണം. ആ 7 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലും അമലുകളൊക്കെ ചെയ്യണം. 8ാമത്തെ ഒരു കാര്യം വരാനില്ല, അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ഇല്ല, ഇല്ലാ ഗിനൻ മുത്ഗിയാ ഔ ഫഖ്റൻ മുൻസിയാ ഔ മർളൻ മുഫ്സിദാ ഔ ഹറമൻ മുഫന്നിദാ ഔ മൗതൻ മുജ്ഹിസാ അവിദ്ദജ്ജാലാ فإنه شر غائب ينتظر أو الساعة